തിരുവനന്തപുരം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ച് കോർപ്പറേഷൻ. ആദ്യഘട്ടമായി പൊതുനിരത്തുകളിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കേബിളുകൾ നീക്കം ചെയ്യാനാണ് തീരുമാനം. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട്. ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വികസിത അനന്തപുരി വികസിത കേരളം എന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുകയാണ് നഗരസഭ ഭരണസമിതി. അതിന്റെ ഭാഗമായാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ അപകടകരമായി സ്ഥിതി ചെയ്യുന്ന കേബിളുകൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം. കേബിളുകൾ പലയിടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ തൂങ്ങിക്കിടക്കുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയായി മാറിയ സാഹചര്യത്തിലാണ് തീരുമാനം. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയം ഏകകണ്ഠമായി പാസാക്കുകയായിരുന്നു. നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് തീരുമാനം. കേബിളുകൾ കുരുങ്ങി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രമേയം പാസാക്കിയത്. ഈ കൗൺസിൽ വന്നിട്ട് ഏതാണ്ട് 40-45 ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലാണ് ഈ കേബിളുകളുടെ ഇഷ്യൂ സംബന്ധിച്ച് ഞാൻ തന്നെ അവതരിപ്പിച്ചൊരു പ്രമേയം കൗൺസിൽ ഐകകണ്ഠ്യേന പാസാക്കി. അത് ഈ താഴ്ന്നു കിടക്കുന്നതും അപകടകരവുമായി നഗരത്തിലെമ്പാടും റോഡിൻ്റെ വശങ്ങളിലുള്ള കേബിളുകൾ, അത് ഉപയോഗപ്രദമല്ല, ഉപയോഗശൂന്യമായ പലതും. ഇപ്പോൾ സർവീസ് പ്രൊവൈഡർമാരോട് ഞങ്ങൾ സംസാരിക്കുകയാണ്. അവരുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള കേബിളുകൾ ടാഗ് ചെയ്യണം, മറ്റതെല്ലാം നീക്കം ചെയ്യണം. അപ്പോൾ അത് നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൗൺസിൽ പ്രമേയം പാസാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുറച്ചു മുമ്പ് അത് സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ യോഗം ചേർന്നു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടുത്തൊരു ദിവസം നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് എല്ലാ വാർഡിലെയും ഈ കേബിളുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കണക്കെടുപ്പിന് സജ്ജമാക്കിയിരിക്കുകയാണ്. ഈ സ്റ്റാഫ് മീറ്റിംഗ് ഉടനെ ചേരും. നഗരസഭയിലെ 101 വാർഡുകളിലും അപകടകരമായ രീതിയിലുള്ള കേബിളുകൾ കണ്ടെത്തി നീക്കം ചെയ്യാനാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേബിളുകളുടെ ക്രമീകരണം നിരീക്ഷിക്കുന്നതിനായി നഗരസഭാ സെക്രട്ടറി, പോലീസ് പ്രതിനിധി എന്നിവർക്കും ചുമതല നൽകിയിട്ടുണ്ട്. നിയമലംഘനം തുടരുന്ന ഓപ്പറേറ്റർമാർക്കെതിരെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം പിഴ ചുമത്താനും ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.